ഹലോ ഗായ്സ്, നമസ്കാരം. ഇപ്പം നമ്മൾ ബാംഗ്ലൂരിലെ എല്ലാ മലയാളികൾ മാത്രമല്ല, ബാംഗ്ലൂരിൽ എത്തുന്നവരൊക്കെ സ്വന്തമായിട്ട് വീട് ഉണ്ടാക്കാൻ തുടങ്ങി, നല്ല ഇൻറ്റീരിയർ ആയിട്ട് ചെയ്യാൻ തുടങ്ങി, കൊമേഴ്ഷ്യലായിട്ടുള്ള പ്രോപ്പർട്ടീസ് എടുക്കാൻ തുടങ്ങി, വാടകയ്ക്ക് കൊടുക്കാൻ തുടങ്ങി, ഭയങ്കര സെറ്റപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പം ബാംഗ്ലൂരിൽ ഒരുപാട് ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് വരുന്നു, ആർക്കിടെക്ടേഴ്സ് വരുന്നു, അതേപോലെ തന്നെ ഫാബ്രിക്കേറ്റേഴ്സ് വരുന്നു. പക്ഷേ ഇവർക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം, ബാംഗ്ലൂരിൽ ബെസ്റ്റ് ഹോൾസെയിൽ മാർക്കറ്റ് ഏതാണ് ഈ മെറ്റീരിയൽസ് ഒക്കെ എടുക്കാനുള്ള? ഇൻറ്റീരിയർ പ്രൊഡക്ട്സിനായിട്ടാണെങ്കിലും ഫാബ്രിക്കേഷൻ പ്രൊഡക്ട്സിനായിട്ടാണെങ്കിലും മെറ്റീരിയൽസ് എവിടെ നിന്ന് എടുക്കുന്നുള്ള ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അത് ഇന്നത്തോടെ ഞാൻ മാറ്റിത്തരാം. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങളെ പേര് മറന്നു. ഹാരിസ്. ഓക്കെ, ഇത് ഞാൻ മലയാളീസിൻ്റെ തന്നെ ഒരു ഫാബ്രിക്കേഷൻ മെറ്റീരിയൽസ് ഒക്കെ ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന ഒരു അടിപൊളി സ്ഥാപനത്തിലേക്കാണ് വന്നിട്ടുള്ളത്. ഇത് വരുന്നത് ബൊമ്മനഹള്ളി ബേഗൂർ കൊപ്പർ റോഡ്, മൈലസന്ദ്ര എടുത്തായിട്ടാണ് വരുന്നത്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ റിയൽ എസ്റ്റേറ്റ് ആയിട്ടാണെങ്കിലും അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഒക്കെ ഒരു വർക്ക് നടക്കുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു മൈലസന്ദ്ര, ബേഗൂർ കൊപ്പ റോഡ്, അല്ലെങ്കിൽ നിയർ ബൈ ഇലക്ട്രോണിക് സിറ്റി, ബൊമ്മനഹള്ളി എന്നൊക്കെ പറയുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു പ്രൊഡക്ട്സിനെ കുറിച്ചിട്ട് എനിക്കൊന്ന് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ. ഓക്കെ, വാൾഡ്രോപ്പാണ്. ഓക്കെ. ഓ, ഇത് കാണാനൊരു വുഡ് മാതിരി തന്നെ ഉണ്ട്. ഓക്കെ, ഇത് ഫുൾ നമ്മുടെ ഷീറ്റ് PVC ഷീറ്റുകളാണ്. ഓക്കെ. ലുക്കിംഗ് ഫുൾ വുഡ്. ഓക്കെ. ഇതിൻ്റെ വേറൊരു. ഓക്കെ, അപ്പം ഇങ്ങനത്തെ എല്ലാ മെറ്റീരിയൽസും നിങ്ങളെ കയ്യിൽ അവൈലബിൾ ആണ്? ഫുൾ അവൈലബിൾ ആണ്. ഓക്കെ, ഈ ഷീറ്റുകളായിക്കോട്ടെ, എല്ലാം ആയിക്കോട്ടെ, ഈ ഒരു സംഭവം ഓക്കെ, ഈ ഒരു സെറ്റപ്പിലുള്ള എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ്. ഇത് നിങ്ങൾ ഹോൾസെയിൽ ആണോ റീറ്റെയിൽ ആണോ എങ്ങനെയാണുള്ളത്? നമ്മളത് റീറ്റെയിൽ ഫാബ്രിക്കേഷൻ ആവശ്യമായിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഹോൾസെയിൽ ആവശ്യപ്പെട്ടാൽ അങ്ങനെ. ഓക്കെ. അപ്പോൾ ഇന്നിപ്പം ഒരു വീട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടമാണ്. കാരണം ഭയങ്കര കൺഫ്യൂഷനിലാണ് വീട് ഉണ്ടാക്കുന്ന ഒരു വ്യക്തികൾ. കാരണം അപ്പം ഈ ഒരു പ്ലൈവുഡിൻ്റെ ഈ ഒരു ഫിനിഷിങ് ഈ ഒരു സാധനത്തിന് കിട്ടും? വുഡിൻ്റെ സെയിം ഫിനിഷിങ് കിട്ടും. ഓക്കെ, വാട്ടർ പ്രൂഫാണ്. ഓക്കെ. എടുക്കാനും കാര്യങ്ങളൊക്കെ ഈസിയാണ്. ഓക്കെ. പൊട്ടിപ്പോരുക, അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും, ചെതൽ പിടിക്കുക, മെയിനായിട്ട് ഇത് ചതല് പ്രൊട്ടക്റ്റീവ് ആണ്. ഓക്കെ. അപ്പം നമ്മൾ ഇനിയിപ്പോൾ വീട്ടിലേക്ക് ഇനിയിപ്പോൾ വുഡ് എടുക്കണം, തേക്ക് കൊണ്ടുവരണം, മരം കൊണ്ടുവരണം, പ്ലൈവുഡ് വേണം, അല്ലെങ്കിൽ അത് ഉരച്ച് മിനുസപ്പെടുത്തി പോളിഷ് ചെയ്യണം എന്നുള്ളൊരു ആവശ്യങ്ങളൊന്നും വേണ്ട. ഇങ്ങനത്തെ നമ്മൾ കാണുന്ന സമയത്ത് 100% വുഡായിട്ട് നമുക്ക് ഫീൽ. അതെ. അല്ല, ഇത് ടച്ച് ചെയ്താൽ മാത്രമാണ് ഇത് എന്താ മെറ്റീരിയൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഒരു പുതുതായിട്ടൊരു റൂമൊക്കെ ഇൻറ്റീരിയർ ഡിസൈനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ബാംഗ്ലൂരിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ ആ വാൾഡ്രോപ്പ് ആണെങ്കിലും നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ ഒരു ലക്ഷറി ഫീല് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഭയങ്കര വെയ്റ്റ്ലെസ് ആണ്. ഇനിയിപ്പോൾ വുഡ് ആകുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോവുക, അല്ലെങ്കിൽ ലൂസായി വരിക, സ്മെല്ല് വരും. അതെ. ഒരു 1 year ഒക്കെ ആകുമ്പോഴത്തേനും സ്മെല്ല് വരും. ഓക്കെ. കീട വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇത് അതേപോലെ തന്നെ ഒരു ഹാങ് ചെയ്ത് വെക്കാനൊക്കെ ഉള്ളതുണ്ട് അല്ലേ? ഓക്കെ. ഇതിൻ്റെ വേറൊരു മോഡലാണ്. ഓക്കെ, വേറൊരു ഡിസൈൻ അല്ലേ? നമുക്ക് ഡ്രോസും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഇന്നത്തെ സ്റ്റൈലുള്ള ഇൻസ്റ്റാഗ്രാമിലേക്ക് ഓരോ വാൾഡ്രോപ്സ് കാണാറില്ലേ? ആ ഒരു ലുക്കിൽ നമുക്ക് ഈ ഒരു സംഭവം വെച്ച് ചെയ്യാൻ പറ്റും ഫാബ്രിക്കേഷൻ്റെ രീതിയിൽ. കാരണം ചില ആൾക്കാരുണ്ടല്ലോ, ഷൂസ് എടുത്ത് വെക്കുന്നു, വാച്ച് എടുത്ത് വെക്കുന്നു, ഡ്രസ്സ് റോൾ ചെയ്ത് വെക്കുന്നു. ആ സെറ്റപ്പിലൊക്കെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന ഒരു സംഭവം. പിന്നെ ഈ ഒരു വാതിലിനൊക്കെ ആ ഒരു ക്വാളിറ്റി. ഓക്കെ, നമുക്കിപ്പോൾ ഏത് കളറാണെങ്കിലും ഇതിൽ കിട്ടും, ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇതൊക്കെ ഇതിനായിട്ടുള്ള ഒരു എന്താ പറയാ, ഇത് ജസ്റ്റ് ഞങ്ങൾ ഇതിൽ ഹാങ് ചെയ്ത് വെച്ചതാണ്. ഇനിയും കുറെ കളക്ഷൻസ് ഉണ്ടാവും. ഇതെല്ലാം ഞങ്ങൾ അലുമിനിയം വെച്ച് ചെയ്തതാണ്. ഓ, ഇതൊക്കെ നിങ്ങൾ ഇതിൽ തന്നെ ചെയ്താ? ഷീറ്റ് റൂട്ട് ചെയ്ത് ചെയ്തതാണ്. ഇതിലൊക്കെ എത്ര വെയിറ്റ് വേണ്ട, അതിലത്തെ വെയിറ്റ് ഉള്ള കാര്യങ്ങളൊക്കെ എത്ര വെയിറ്റ് വേണമെങ്കിലും കയറും. ഓക്കെ, ഇതെല്ലാം ഷീറ്റാണ്, PVC ഷീറ്റാണ്. നമ്മൾ റൂട്ടിംഗ് വർക്ക് ചെയ്തിട്ട് ഈ ഒരു ടൈപ്പിൽ ചെയ്ത്. എന്തായാലും നമ്മളെ മലയാളികൾക്ക്, അല്ലെങ്കിൽ ഇവിടെ വരുന്ന ആളുകൾക്ക്, ഇപ്പം കുറേ ആൾക്കാർ ഇൻറ്റീരിയർ ഡിസൈനേഴ്സായിട്ട് ബാംഗ്ലൂരിൽ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ സാധനങ്ങൾക്ക് എവിടെ നിന്നാണ് റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ട് എടുക്കുക എന്നുള്ള നല്ല ഡൗട്ടുണ്ട്. അതുപോലെ തന്നെ ഫാബ്രിക്കേറ്റേഴ്സിന്. കാരണം അവർക്കൊരു പുതിയ പ്രൊജക്റ്റ് വരുന്ന സമയത്ത് ഈ ക്വാളിറ്റി മെറ്റീരിയൽസ് നമുക്ക് അറിയുന്നവരായിട്ടുള്ള ആൾക്കാരോട് എങ്ങനെ എടുക്കുക എന്നുള്ള ഡൗട്ടുണ്ട്. കിച്ചണാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് കിച്ചണിൻ്റെ വർക്ക്സിനായിരിക്കും ആൾക്കാർ വരിക. ഇത് ഒരു ടൈപ്പ് മോഡലാണ്. ഇതൊന്ന് ഒരു മീഡിയം റേഞ്ചിലുള്ള. ഓക്കെ, സാധാരണ ഫ്ലാറ്റ്. ഓക്കെ, ഇതിൽ തന്നെ ക്വാളിറ്റി കൂടുതലും ക്വാളിറ്റി കുറവൊക്കെ ഉണ്ടല്ലേ? ക്വാളിറ്റി കൂടിയതുണ്ട്. ഇതൊക്കെ ഒരു മീഡിയം ലെവലിൽ വരുന്നത്. ഇത് കുറച്ച് ഹെവിയാണ്, ഹാൻഡിൽലെസ്. ഓക്കെ, ഹാൻഡിൽലെസ്. അതെ, വളരെ സ്മൂത്ത് ആണ്. നല്ല മെറ്റീരിയൽ ആണ്. അറിയുന്നില്ല, അത് കംപ്ലീറ്റ്ലി ഒരു വെയിറ്റ്ലെസ് ആയിട്ടാണ് തോന്നുന്നത്. വെയിറ്റ്ലെസ് ആണ്. നമുക്ക് ഇതിലുണ്ട്, അതിനകത്ത് ഈ വർക്കൊക്കെ കണ്ടില്ല? അതെ, ഷീറ്റ് ചെയ്തതാണ്. നമ്മളിത് റൂട്ട് ചെയ്ത് ഷേപ്പ് ചെയ്താണ് അല്ലേ? ഓക്കെ,
ഹാൻഡിൽലെസ് ആണ്, നമുക്കിങ്ങനെ അതെ ഇട്ട് വെക്കാൻ പറ്റും. വാവ്. ഇതിൻ്റെ താണ്ടും ബോക്സും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ. ആഹാ. ഇവിടെ ഈ ഗ്രാനൈറ്റിന്റെ ഈ വെയിറ്റ് വരുമ്പോഴൊന്നും പ്രശ്നമില്ല. പ്രശ്നമില്ല. ഇതൊക്കെ നമ്മൾ ചെയ്തതിന് ശേഷം ഗ്രാനൈറ്റ് ചെയ്തതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതൊക്കെ ഇതിന്റെ സ്റ്റിക്കറിംഗ് എന്നാണ്? അല്ല, ഇതൊക്കെ ഷീറ്റുകളാണ്. ഷീറ്റുകൾ തന്നെ. ഓക്കെ ഓക്കെ ഓക്കെ. കണ്ട ടൈൽസ് ഇനിയിപ്പോൾ ടൈൽസും മാർബിളും നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ നമുക്ക് ഇങ്ങനെ ഒരു സെക്ഷൻ വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ ടൈപ്പ്. ഓക്കെ. പിന്നെ ഇതിൽ ഇങ്ങനെ വാവ്. സ്പേസുകൾ നമുക്ക് സ്പേസിനനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അതെ അവരെ. ഓക്കെ. ഇത് ഭയങ്കര ക്വാളിറ്റി ആയിട്ടോ. ഇത് കാണാൻ തന്നെ നല്ല എന്താ പറയുക ക്വാളിറ്റി ആയിട്ട് തന്നെ ഫീൽ ചെയ്തതാണ് ആ ഒരു നിങ്ങൾ ആ കട്ടിങ്ങും സംഭവം. കാരണം ഒരു ഡോറിന് അതിൻ്റെ ആ ഒരു ഇതൊക്കെ നമുക്ക് ക്ലയൻസിൻ്റെ സ്പേസിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ. ഓക്കെ ഓക്കെ. ഇതിൽ വേറെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല, ഇതിങ്ങനെ ഒരു ഓക്കെ ഓക്കെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ വന്നിരിക്കുന്ന ഇങ്ങനത്തെ എല്ലാ പ്രൊഡക്ട്സും നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു വീട് ഉണ്ടാക്കുന്ന സമയത്ത് ഇൻറ്റീരിയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു രീതിയിലുള്ള ഫാബ്രിക്കേഷൻ ഐറ്റംസും പിന്നെ അതേപോലെ തന്നെ ആ ഷീറ്റും. അപ്പം ഇതിലുള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളമായി കഴിഞ്ഞാൽ തുടച്ച് കളയാം, കേടാവില്ല, പൊട്ടിപ്പൊളിഞ്ഞ് വരില്ല, ചെതല് വരില്ല. ഇനി അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വുഡൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ ഒരു സ്മെല്ല് വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഇടയ്ക്ക് മെയിൻ്റെനൻസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും അല്ലേ. പിന്നെ എന്താ പറയുക പെയിൻറ്റ് അത് ഇളക്കി പോകുന്നുള്ള പ്രോബ്ലം ഉണ്ട്. അങ്ങനത്തെ യാതൊരു കാര്യമില്ല. നിങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ ഇതൊക്കെ കണ്ട വുഡൻ ആയിട്ട് ഫീൽ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ ഒരു വുഡൻ ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സെറ്റപ്പിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഒരു കൊമേഴ്ഷ്യൽ വർക്കിലേക്ക് കൂടുതൽ യൂസ് ചെയ്യാൻ നമുക്ക് പലതരത്തിലുള്ള കളറുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ. ഇപ്പോൾ ഈ മോക്കപ്പ് ചെയ്ത് വെച്ചതിൻ്റെ ഒരു മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അത് ഫാബ്രിക്കേറ്റേഴ്സിനും കോൺട്രാക്ടർമാർക്കും അവരെ ക്ലയൻസിന് ഇവിടെ കൊടുന്ന് കാണിക്കാൻ പറ്റും. ഓക്കെ. ഇവിടുന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റും ഇന്ന വർക്കാണ് നമുക്ക് വേണ്ടത്, ഏത് രീതിയിലുള്ള കളേഴ്സുകൾ വേണമെന്ന് അവർക്ക് ഇവിടുന്ന് ചൂസ് ചെയ്ത് പോകാൻ പറ്റും. അതൊരു നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ എനിവേ ഏതെങ്കിലും കസ്റ്റമർ ഡയറക്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ക്ലയൻസ് അതായത് ഫാബ്രിക്കേറ്റർ ത്രൂ അല്ലാതെ വരികയാണെന്നുണ്ടെങ്കിൽ അവർ വർക്കെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അവർ പറയുകയാണ് ഞങ്ങൾക്ക് ഇതുമാതിരി വർക്ക് ചെയ്യണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും നല്ല ഫാബ്രിക്കേറ്റർ റെഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും ഇവരുടെ അടുത്ത് നല്ലൊരു ഹ്യൂജ് കളക്ഷൻസ് ഉണ്ട്, നല്ലൊരു ടീം വർക്ക് ഉണ്ട്. സോ നിങ്ങൾക്ക് മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. ഹോൾസെയിൽ ആയിട്ടാണെങ്കിലും റീറ്റെയിൽ ആയിട്ടാണെങ്കിലും. ഇനിയിപ്പോൾ നിങ്ങളിവിടെ ഒരു ന്യൂ ആയിട്ടുള്ളൊരു ബിഗിനർ ആയിട്ടുള്ള ഇന്റീരിയർ ഡിസൈനറാണ്, ആർക്കിടെക്ടർ ആണെങ്കിൽ അതെല്ലാം നിങ്ങൾ ബാംഗ്ലൂർ നല്ലൊരു ഫാബ്രിക്കേറ്റേഴ്സ് ആണ്, നിങ്ങൾക്ക് എന്തായാലും ഇത് വളരെ അത്യാവശ്യമായിരിക്കും. സോ എന്തായാലും ഞാൻ അവരുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ നമ്മുടെ ബാംഗ്ലൂരിലുള്ള എന്താ പറയുക എല്ലാവർക്കും എഞ്ചിനീയേഴ്സിനാണെങ്കിലും ബിൽഡേഴ്സിനാണെങ്കിലും ഇന്റീരിയർ ഡിസൈനേഴ്സിനാണെങ്കിലും ഈ ഒരു ഇൻഫർമേഷൻ വളരെ ഒരു ഉപകാരമാട്ടെ എന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു. എന്തായാലും പരിചയപ്പെടാൻ പറ്റിയത് സന്തോഷം. താങ്ക് യു.